കമ്പനി പലിശയില്ലാതെ ലോൺ കൊടുത്താൽ അതൊരു വലിയ സഹായമാണെന്ന് നമ്മൾ കരുതാറുണ്ട്. ബാങ്ക് പലിശ ഒഴിവാക്കി കിട്ടുന്ന ഈ സൗകര്യം സേവിംഗ് എന്നാണ് പലരും കാണുന്നത്. പക്ഷേ ഇനിയൊരു പ്രധാന കാര്യം മനസ്സിലാക്കണം. ഈ പലിശരഹിത വായ്പ പോലും ഇൻകം ടാക്സ് വകുപ്പിന്റെ കണക്കിൽ ഫ്രീ ബെനിഫിറ്റ് അല്ല, അത് ഒരു ഇൻകമായി കണക്കാക്കപ്പെടാം. ഒരു ഉദാഹരണം നോക്കാം. രാജേഷ് തന്റെ കമ്പനിയിൽ നിന്ന് 5 ലക്ഷം രൂപ ഇൻട്രസ്റ്റ് ഫ്രീ ലോൺ എടുത്തു. ബാങ്കിൽ നിന്നെടുത്തിരുന്നെങ്കിൽ ഏകദേശം 9% മുതൽ 10% വരെ പലിശ കൊടുക്കേണ്ടി വരുമായിരുന്നു. പക്ഷേ കമ്പനി പലിശ ഈടാക്കിയില്ല. രാജേഷ് കരുതിയത് താൻ പലിശയിൽ വലിയൊരു തുക സേവ് ചെയ്തു എന്നായിരുന്നു. എന്നാൽ ഇൻകം ടാക്സ് നിയമപ്രകാരം ഈ സേവ് ചെയ്ത പലിശ തന്നെയാണ് അവന്റെ അധിക വരുമാനമായി കണക്കാക്കുന്നത്. അതായത് ബാങ്ക് പലിശയും കമ്പനി പലിശയും തമ്മിലുള്ള വ്യത്യാസം. അതുതന്നെയാണ് പെർക്വിസിറ്റ് വാല്യൂ. ഈ പെർക്വിസിറ്റ് വാല്യൂ എങ്ങനെ കണക്കാക്കും? സാധാരണയായി സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ പോലുള്ള ബാങ്കുകളുടെ ലെൻഡിംഗ് റേറ്റ് അടിസ്ഥാനമാക്കി സർക്കാർ ഈ കണക്കുകൾ തയ്യാറാക്കും. ആ നിരക്കിൽ നിങ്ങൾ അടയ്ക്കേണ്ടിയിരുന്ന പലിശയും നിങ്ങൾ യഥാർത്ഥത്തിൽ അടച്ച പലിശയും തമ്മിലുള്ള വ്യത്യാസം അത് നിങ്ങളുടെ സാലറി ഇൻകമിലേക്ക് കൂട്ടിച്ചേർക്കപ്പെടും. അതിനുശേഷം അതിനുമേൽ ടാക്സ് ബാധകമാകും. ഇനി ഇതിന്റെ പ്രാക്ടിക്കൽ ഇംപാക്ട് എന്താണെന്ന് നോക്കാം. നിങ്ങളുടെ കമ്പനി ഈ പെർക്വിസിറ്റ് വാല്യൂ സാലറിയിൽ ചേർത്ത് TDS ഡിഡക്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. അതായത് നിങ്ങൾക്ക് കയ്യിൽ കിട്ടുന്ന ടേക്ക് ഹോം സാലറി കുറയാം. ചിലപ്പോൾ ഫോം 16-ൽ ഇത് റിഫ്ലക്റ്റ് ചെയ്തേക്കാം. എന്നാൽ ചില സാഹചര്യങ്ങളിൽ അത് കാണിക്കാത്തതുമുണ്ടാകും. അപ്പോൾ എനിക്ക് പ്രശ്നമില്ല എന്ന് കരുതുന്നത് വലിയ പിഴവാണ്. നിങ്ങൾ തന്നെ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ ഈ ബെനിഫിറ്റ് കൂടി ഇൻക്ലൂഡ് ചെയ്യേണ്ടതുണ്ട്. അല്ലെങ്കിൽ പിന്നീട് നോട്ടീസ് അല്ലെങ്കിൽ പെനാൽറ്റി വരാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ 20,000 രൂപ വരെ ചെറിയ ലോണാണെങ്കിൽ അത് ടാക്സ് ഫ്രീ ആയിരിക്കും. അതുപോലെ മെഡിക്കൽ എമർജൻസിക്കായി നൽകുന്ന ലോണുകൾക്കും സാധാരണയായി ടാക്സ് ഒഴിവുണ്ട്. പക്ഷേ ഇതിനു പുറത്തുള്ള ലോണുകൾക്ക് ടാക്സ് ഇംപ്ലിക്കേഷൻ ഉണ്ടാകാം എന്നതാണ് പ്രധാനമായി ശ്രദ്ധിക്കേണ്ടത്. മറ്റൊരു ഉദാഹരണം നോക്കാം. സുനിൽ 3 ലക്ഷം രൂപ ഇൻട്രസ്റ്റ് ഫ്രീ ലോൺ എടുത്തു. ബാങ്കിൽ നിന്നെടുത്തിരുന്നെങ്കിൽ 10% പലിശ കൊടുക്കേണ്ടി വരുമായിരുന്നു. എന്നാൽ ഇപ്പോൾ അവൻ പലിശ കൊടുക്കുന്നില്ല. ഈ 10% പലിശയുടെ ഇക്വലന്റ് വാല്യൂ അതുതന്നെ ഇൻകമായി കണക്കാക്കപ്പെടുന്നു. അതിനാൽ ഇൻട്രസ്റ്റ് ഇല്ല എന്ന് പറഞ്ഞ് സന്തോഷിക്കുന്നതിനു മുൻപ് അതിന്റെ ടാക്സ് ഇംപാക്ട് എന്താണെന്ന് പരിശോധിക്കേണ്ടതാണ്. ഇനിയൊരു വലിയ സത്യം, പലിശയില്ലാത്തതുകൊണ്ട് ഇത് ഫ്രീ മണിയല്ല. ഇൻകം ടാക്സ് വകുപ്പ് ഇതൊരു അധിക വരുമാനമായി കാണുന്നു. അതിനാൽ കമ്പനി നൽകുന്ന ലോൺ, ഗിഫ്റ്റ്സ്, ബെനിഫിറ്റ്സ് എല്ലാം ഇനി കൂടുതൽ ശ്രദ്ധയോടെ കാണേണ്ടതാണ്. പലർക്കും അറിയാതെ പോകുന്ന ഒരു ടാക്സ് ട്രാപ്പ് ഇതാണ്. അതിനാൽ ഇനി ലോൺ എടുക്കുമ്പോൾ പലിശ നിരക്ക് മാത്രം നോക്കരുത്, അതിന്റെ ടാക്സ് ഇംപാക്ട് കൂടി മനസ്സിലാക്കണം. അല്ലെങ്കിൽ നിങ്ങൾ സേവിംഗ് എന്ന് കരുതിയത് പിന്നീട് ടാക്സ് ആയി തിരികെ പോകും. അതുകൊണ്ട് സ്മാർട്ടായി തീരുമാനിക്കുക, ഇൻഫോംഡായി മുന്നോട്ടു പോകുക.